ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹെയർ ബാൻഡ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും പെട്ടെന്നും അത്യാവശ്യം നല്ല റേറ്റിലും കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹെയർ ബാൻഡിൻ്റെ ഡിസൈനാണെന്ന് കാണിക്കുന്നത്. ഈ ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ബഞ്ച് ഫോം ഫ്ലവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് പോളൻസ് വേണം. ഞാനിവിടെ സിൽവർ കളർ പോളൻസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ 6 mm വൈറ്റ് ബീഡ്സും എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് വേണം. നമ്മൾ നോർമൽ മെറ്റൽ ഹെയർ ബാൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ്റിൻ റിബൺ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുത്താലും മതി. ഒരു ബഞ്ചിൽ 12 പീസാണ് ഉണ്ടാവുക. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലവേഴ്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ കസ്റ്റമേഴ്സായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർ നമ്മോട് എപ്പോഴും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ പറയാറുണ്ട്. ഫോം ഫ്ലവറിൻ്റെ ആണെങ്കിലും മറ്റ് ഹെയർ ബാൻഡ് ചെയ്യുന്നതൊക്കെ. കാരണം അവർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ബഞ്ച് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ അതിൽ നിന്നും ഇത് അടർത്തി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഊരി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പൂവും കമ്പിയിൽ നിന്നും വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും അടർത്തി എടുക്കുമ്പോൾ ബാക്ക് സൈഡിലാണ് ഇത് ചുറ്റിയിട്ടുണ്ടാവുക. അതിൽ നിന്നുമാണ് നമ്മൾ ഓരോ ലെയറായിട്ട് അടർത്തിയെടുക്കാൻ. അപ്പോൾ ഇത് അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ ബോറിംഗ് ആയിരിക്കും. പക്ഷെ അറിയാത്ത ആദ്യമായിട്ട് ചെയ്യുന്നവർ സൂക്ഷിച്ച് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെ വേണമെന്നില്ല, ബ്ലാക്കിലായാലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പോളൻസും ഇതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ 12 പീസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 പോളൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ഹെയർ ബാൻഡ് ഉണ്ടാക്കാനായിട്ട് ഒരു പോളൻസ് യൂസ് ചെയ്യാം. നമ്മൾ ഓരോ ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഡിസൈനിന് ഇതിൻ്റെ പകുതി മതി. അപ്പോൾ നമുക്ക് ബോ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി വൃത്തി. കാരണം ഒരേപോലെ 2 രീതിയിലും ഒരേ രീതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നമുക്കൊരു എവിടെ നിന്ന് വേണം തുടങ്ങേണ്ടതെന്നൊരു ഐഡിയ നമുക്കുണ്ടാവുമല്ലോ. ജസ്റ്റ് അവിടെ വെച്ചിട്ട് ഇതുപോലെ ഈ കമ്പി നന്നായിട്ട് ചുറ്റി കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, എങ്കിലും കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ആ ഫ്ലവറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ B7000ൻ്റെ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒരേ രീതിയിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ നന്നായിട്ട് വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരേ പാറ്റേൺ യൂസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഹെയർ ബാൻഡ് നല്ല ഭംഗിയിലുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 2 ഫ്ലവേഴ്സും അതിനുശേഷം ഒരു പോളൻസും എന്നുള്ള രീതിയിലാണ് പാറ്റേൺ സെറ്റാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പൂവും അടുത്തത് ഒരു പോളൻസും അങ്ങനെ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ 2 ഫ്ലവേഴ്സ് വെച്ചതിന് ശേഷം പോളൻസ് അടുത്ത് വെക്കാൻ പോവുകയാണ്. ഇതുപോലെ നല്ല ചേർത്ത് പിടിച്ചതിന് ശേഷം വേണം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാൻ. പോളൻസിൻ്റെ താഴെയും ഇതുപോലെ കമ്പികളാണ്. കമ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിക്കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പോളൻസിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഈ 2 ഫ്ലവേഴ്സ് ഇത് നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മുൻപത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. കാരണം മേക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലുള്ള ഐറ്റംസിൻ്റെ മെറ്റീരിയൽസിൻ്റെ സെയിലും കിറ്റുകളും ലെറ്റർ ബീഡ്സിൻ്റെ കിറ്റ്, ഒരുപാട് വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് എല്ലാം നമ്മൾ വീഡിയോയിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫോം ഫ്ലവർ വെച്ചിട്ട് നമുക്ക് ടിയാരയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എപ്പോഴും ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ സെൻറ്റർ ഒരേ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഫ്ലവേഴ്സാണ് സെൻറ്ററിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. പാറ്റേൺ നമ്മൾ തെറ്റാതെ ചെയ്തു പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡും ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ.
അപ്പോൾ ഇതാ അടിപൊളി ഹെയർ ബാൻഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിനിഷ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് പേളാണ്. ചെറുതായിട്ട് ഗ്യാപ്പ് കാണുന്ന സ്ഥലങ്ങളിൽ അതുപോലെ ഇടകളിലും നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ ഒന്ന് ഫോം ഫ്ലവറിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഇപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചുറ്റിയതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ആണെന്നാലും ഒന്ന് അങ്ങനെ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റോ ക്യാൻവാസ് ഷീറ്റോ യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഹെയർ ബാൻഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം റേറ്റിന് കൊടുക്കാനും പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹെയർ ബാൻഡുകളാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഡിഫറൻസ് ആയിട്ടുള്ള കുറേ അധികം വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.